നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇനി തിരുവനന്തപുരത്തേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാമെന്നൊരു വാർത്ത വരികയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഈ വിമാന ടിക്കറ്റിന് നിരക്ക് ഉയരുകയാണ്. അതുപോലെ തന്നെ പ്രധാനമായും വിമാനങ്ങളില്ല, ഉണ്ടായിരുന്ന വിമാന സർവീസുകളൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടപ്പോഴും ഇപ്പോഴിതാ പ്രവാസികൾക്ക് സന്തോഷം പകർന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഒമാൻ എയർ കേരള സെക്ടറിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറച്ചതിന് പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസും ഇളവുമായി രംഗത്ത്. കേരളത്തിലെ എല്ലാ സെക്ടറിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്കുകൾ കുറച്ചിട്ടുണ്ട്. ഒമാൻ എയർ കേരള സെക്ടറിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറച്ചതിന് പിന്നാലെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസും ഇളവുമായി രംഗത്ത് വന്നത്. കേരളത്തിലെ എല്ലാ സെക്ടറുകളിലേക്കുമാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്കുകൾ കുറച്ചതായുള്ള വിവരം വന്നിട്ടുള്ളത്. ഏപ്രിൽ 11 വരെ കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിയുക. തിരിച്ച് ഒമാനിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും മതിയായ നിരക്കാണ് എയർ ഇന്ത്യ ഈടാക്കുന്നത്. ഈ മാസം പകുതി വരെ 33,200 റിയാലാണ് തിരുവനന്തപുരത്തേക്കുള്ള നിരക്ക്. പക്ഷേ ഈ യാത്രക്കാർക്ക് 20 കിലോ ലഗേജ് മാത്രമാണ് കൊണ്ടുപോകാൻ കഴിയുക. 30 കിലോ ലഗേജ് കൊണ്ടുപോകുന്നവരിൽ നിന്ന് 38,200 റിയാലാണ് ഈടാക്കുന്നത്. അതോടൊപ്പം 3 റിയാൽ സർവീസ് ചാർജും നൽകേണ്ടി വരും. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് 11 വരെ 39,200 റിയാലാണ്. ഈ 3 സെക്ടറിലേക്കും ഏകീകൃത നിരക്കാണ് നൽകുന്നത്. 12-ന് ശേഷം നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഏപ്രിൽ അവസാന വാരം 45 റിയാൽ താഴെയാണ് നിരക്ക്. പെരുന്നാളിനോടനുബന്ധിച്ച് 2 ദിവസങ്ങളിൽ നിരക്കുകൾ കുത്തനെ ഉയരുന്നുമുണ്ട്. കോഴിക്കോട്ടേക്ക് 93 റിയാലാണ് ഈ 2 ദിവസങ്ങളിലെ നിരക്ക്. അടുത്ത മാസം 20 മുതൽ നിരക്കുകൾ വീണ്ടും കുത്തനെ വർദ്ധിക്കും. ഒമാനിൽ ഇന്ത്യൻ സ്കൂളുകളിൽ വേനൽ അവധി ആരംഭിക്കുന്നത് കൊണ്ടാണ് നിരക്കുകൾ ഉയരുന്നത്. ഒമാൻ എയറിന് പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസും നിരക്കുകൾ കുത്തനെ കുറച്ചതോടെ നിരവധി പേരാണ് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. നിരക്കുകൾ കുറഞ്ഞതോടെ പെരുന്നാൾ അവധി നാട്ടിൽ ആഘോഷിക്കാൻ ഒരുങ്ങുന്നവരും നിരവധിയാണ്. സ്വന്തമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന കുറഞ്ഞ വരുമാനക്കാർക്കാണ് ടിക്കറ്റ് നിരക്കുകൾ കുറഞ്ഞത് ഏറെ അനുഗ്രഹമാകുന്നത്. സ്കൂൾ അവധി ആരംഭിക്കുന്നതോടെ നിരക്കുകൾ കുതിച്ചുയരാനുള്ള സാധ്യത പരിഗണിച്ച് പലരും കുറഞ്ഞ നിരക്കിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യുന്നുമുണ്ട്. ഏതായാലും തേടിയിരുന്ന വാർത്ത എത്തിയിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്തേക്കൊക്കെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ പറ്റിയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതിലും ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ച് യാത്ര ചെയ്യുക.